ശബരിമല ക്ഷേത്രക്കൊള്ളയുടെ വാർത്തകൾ കേട്ട് ഞെട്ടിത്തരിച്ചിരുന്ന ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ, അവരുടെ ഞെട്ടലും സങ്കടവുമൊക്കെ കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ അതിൽ കൂടുതൽ ഞെട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിൽ സാക്ഷാൽ അയോധ്യ രാമക്ഷേത്ര കൊള്ള രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഉയർന്ന ഒരു ചോദ്യം, ശബരിമല ശ്രീ ധർമ്മശാസ്താവ് വളരെ ശക്തനായ, അങ്ങേയറ്റം പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവം എന്നാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. ശ്രീരാമനാകട്ടെ ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന, ധർമ്മത്തിൻ്റെ പ്രതീകമെന്ന് വിശ്വസിക്കുന്ന അതിശക്തനായ ദൈവം. ഇവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഈ ദൈവങ്ങൾക്ക് ശക്തിയില്ലേ എന്നുള്ളതാണ് സ്വാഭാവികമായി വരുന്നൊരു ചോദ്യം. ദൈവങ്ങൾക്ക് ശക്തി ഇല്ല എന്നല്ല, ഈ ദൈവങ്ങൾക്ക് ശക്തി കൂടിയത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ, ശബരിമലയിൽ ആളുകൾ പണം, സ്വർണം ഇതൊക്കെ അർപ്പിക്കുന്നത് ദേവന് വേണ്ടിയാണ്. ദേവൻ ആരുടെ പ്രതിനിധിയാണ്? ഈ രാജ്യത്ത് ഭക്തജനങ്ങളുടെ, ഭക്തരല്ലാത്ത ജനങ്ങളുടെയും, പട്ടിണി പാവങ്ങളുടെയും, കഷ്ടപ്പെടുന്നവൻ്റെയും ദുഃഖിതൻ്റെയും ഒക്കെ പ്രതീകമാണ്. അവരുടെ ഒക്കതയാണ് ദൈവം. അവർക്ക് വേണ്ടിയാണ് ദൈവം നിലകൊള്ളുന്നത്. അവർക്ക് കൈത്താങ്ങായിട്ടാണ് ദൈവം നിലകൊള്ളുന്നത്. പക്ഷെ ഈ കിട്ടുന്ന സ്വത്തുക്കൾ കുറേ എണ്ണം അവിടെയും ഇവിടെയും കൂട്ടിയിട്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ വരുന്നവനും പോകുന്നവനുമെല്ലാം യഥേഷ്ടം അട്ടുമുടിച്ച് കൊള്ള ചെയ്ത് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഈ മോഷണത്തിൻ്റെയൊക്കെ ഉത്തരവാദികൾ. അപ്പോൾ ദൈവം ഇവിടെ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്നു, ഭക്തരുടെ കണ്ണു തുറപ്പിക്കുന്നു. ഈ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന, ഇതൊക്കെ അടിച്ചു മാറ്റുന്നതിന് അവസരം ഉണ്ടാക്കത്തക്ക നിലയിൽ പ്രവർത്തിക്കുന്നവന്മാരെയൊക്കെ കൽത്തുറുങ്കിൽ അടയ്ക്കാനും കൂടിയാണ് ദൈവത്തിൻ്റെ ദൃഢനിശ്ചയം. അതാണ് നമ്മൾ ശബരിമലയിൽ കണ്ടത്. അയോധ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെയും ആരൊക്കെയായിരുന്നോ ഈ സ്വർണം, പണം, പണ്ടങ്ങൾ എല്ലാം സൂക്ഷിക്കേണ്ടിയിരുന്നത് അവർ തന്നെയാണ് എല്ലാം അടിച്ചു മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അവരെയും ശിക്ഷിക്കേണ്ട ബാധ്യത ദൈവത്തിനുണ്ട്. അവരെയൊക്കെ ശിക്ഷിച്ചു തുടങ്ങി. കേരളത്തിൽ പിന്നെ തൽക്കാലം പിടിച്ച് ജയിലിലൊന്നും ഇട്ടു എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ശിക്ഷയിലേക്ക് വന്നില്ല. പക്ഷെ അയോധ്യയിലെ യുവന്മാരെയൊക്കെ ശിക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൻ്റെയൊക്കെ ഭവനങ്ങൾ ഇടിച്ച് നിരത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി കൂടുതൽ കൊണ്ടാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അയോധ്യയിലായാലും ശബരിമലയിലായാലും ഈ സ്വർണവും ആഭരണവും പണവുമെല്ലാം അത് കഷ്ടപ്പെടുന്നവന് വേണ്ടി, ആവശ്യക്കാരന് വേണ്ടി, പണത്തിന് വേണ്ടി, അത്യന്തം ബുദ്ധിമുട്ടുന്നതിന് വേണ്ടി, പാവങ്ങൾക്ക് കിടപ്പാടം ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ ഉപയോഗിക്കണം. അതിനാണ് ഈ സ്വത്തുക്കൾ. അല്ലെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോകും. ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ദൈവമാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി. പക്ഷെ ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, അവിടെ നിന്നും ആഭരണങ്ങളും സ്വർണവുമെല്ലാം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. എല്ലാമെന്ന് ഞാൻ പറഞ്ഞ ശരിയല്ല, കുറേയെങ്കിലും ഇനി അത് കൂടിക്കൂടി വരും. അപ്പൊ ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു ചിന്താഗതി, ഒരു പദ്ധതി ഇവിടെ രൂപം കൊള്ളേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ കൈകളിൽ എത്തത്തക്ക തരത്തിൽ ഈ പണവും എല്ലാം വിനിയോഗിക്കപ്പെടണം. അവർക്ക് പ്രയോജനപ്പെടുത്തത്തക്ക തരത്തിൽ ഫ്രീ വിദ്യാഭ്യാസം, ഫ്രീ ചികിത്സ, അങ്ങനെ പട്ടിണി കിടക്കേണ്ട ഒരു സ്ഥിതി ഒരാൾക്കും വരാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രം ഭരിക്കുന്നവരും കൂടി അതൊരു ചുമതലയായി ഏറ്റെടുക്കണം. അത് ഓർമ്മിപ്പിക്കാനാണ് ശബരിമലയിലും അയോധ്യയിലും ഈ കൊള്ളയ്ക്ക് ദൈവം അവസരമുണ്ടാക്കി കൊടുത്തത്.